ബലാത്സംഗ കേസിൽ നടൻ ബാബുരാജിന്റെ മുൻകൂർ ജാമ്യം കർശന ഉപാധികളോടെയാണ് ബാബുരാജിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രകാശ്, എന്തൊക്കെയാണ് ഉപാധികൾ? അഭിലാഷ്, ബലാത്സംഗ കേസിൽ നടൻ ബാബുരാജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുകയും അല്പം മുമ്പ് വിധി പറയുകയും ചെയ്തത്. FIR രജിസ്റ്റർ ചെയ്യാൻ എടുത്ത കാലതാമസം ചൂണ്ടിക്കാട്ടി സിദ്ദീഖിന്റെ കേസിൽ സുപ്രീം കോടതി സിദ്ദീഖിന് മുൻകൂർ ജാമ്യം നൽകിയത് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് CS ഡയസ് ബാബുരാജിനും ഇക്കാര്യത്തിൽ അതേ ആനുകൂല്യം ഹൈക്കോടതിയിൽ നിന്ന് നൽകിയത്, മുൻകൂർ ജാമ്യം നൽകിയത്. 2018 ഉണ്ടായ സംഭവത്തിൽ 2024 പരാതിക്കാരി ഇമെയിൽ വഴി DGPക്ക് പരാതി നൽകുന്നത്. അതുകൊണ്ട് കേസിന്റെ FIR എടുക്കാൻ ഉണ്ടായ കാലതാമസം ചൂണ്ടിക്കാട്ടി ആണ് പ്രധാനമായും ഇന്ന് ഇപ്പോൾ ബാബുരാജിന് അനുകൂലമായ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാം എന്ന് വാഗ്ദാനം ചെയ്താണ് ഇരയായ നടിയെ ആലുവയിലെ വീട്ടിൽ വെച്ചും മൂന്നാറിലെ റിസോർട്ടിൽ വെച്ചും അടിമാലിൽ വെച്ചും പീഡിപ്പിച്ചതായിട്ടുള്ള പരാതി ഉണ്ടായിട്ടുള്ളത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പരാതി ഉയരുകയും ചെയ്തത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുന്ന സംഘം തന്നെയാണ് ഈ കേസിന്റെ അന്വേഷണവും നടത്തുന്നത്. കർശന ഉപാധികൾ എന്ന് പറയുമ്പോൾ ലൈംഗിക ശേഷി ടെസ്റ്റ് അടക്കം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ഉപാധികളോടെയാണ് ബാബുരാജിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ളത്. യെസ്, ലൈംഗിക പീഡന കേസിൽ, ബലാത്സംഗ കേസിൽ ആണ് ഇപ്പോൾ നടൻ ബാബുരാജിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു പരാതി എന്ന വാദമടക്കം അദ്ദേഹം ഉയർത്തിയിരുന്നു. വാട്സപ്പ് ചാറ്റുകളുടെയും അതോടൊപ്പം തന്നെ ബാങ്ക് രേഖകൾ ഉൾപ്പെടെ കോടതിയിൽ അദ്ദേഹം നൽകുകയും ചെയ്തതാണ്.